നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സഞ്ജു സാംസൺ, മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ ഇന്നലെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന മത്സരത്തിൽ 87 റണ്ണെടുത്ത് പുറത്താകാതെ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് അതിനിർണായകമായ ഒരു വിജയം നേടിക്കൊടുത്തു. അതിഗംഭീരമായിരുന്നു ആ വിജയം. 8 വിക്കറ്റിനാണ് CSK 2.3 ഓവർ ബാക്കി നിൽക്കെ ആ കളി ജയിച്ചത്. തീർച്ചയായിട്ടും നെറ്റ് റൺ റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഇനിയും പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുന്ന വിധം ഉള്ള മികച്ച വിജയമാണ് സഞ്ജു ചെന്നൈക്ക് നേടിക്കൊടുത്തത്. അപ്പോഴും അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയതിന് ശേഷം ഹർഷ ബോഗ്ലെയോട് സംസാരിച്ചപ്പോൾ ബോഗ്ലെ അദ്ദേഹത്തോട് ചോദിച്ചു, സെഞ്ചുറി അടിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ലേ എന്ന്. അപ്പോൾ സഞ്ജു പറഞ്ഞത്, അങ്ങനെ സെഞ്ചുറി അടിക്കണമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് സ്വാർത്ഥതയോടെ കളിക്കണമായിരുന്നു, പക്ഷേ ഞാനത് വേണ്ട, ടീമിൻ്റെ വിജയമാണ് പ്രധാനം എന്ന് തീരുമാനിക്കുകയായിരുന്നു. എനിക്ക് സെഞ്ചുറി അടിക്കണമായിരുന്നെങ്കിൽ മറുവശത്ത് നിന്നിരുന്ന കാർത്തിക് ശർമ്മയോട്, എടാ നീ ഒരു സിംഗിൾ എടുക്ക്, എനിക്ക് സെഞ്ചുറി അടിക്കണം എന്ന് പറയണമായിരുന്നു. പക്ഷേ ഞാനതിന് തയ്യാറായില്ല. കാരണം ടീം എത്രയും നേരത്തെ വിജയിക്കുക എന്നതാണ് പ്രധാനം എന്ന് ഞാൻ കരുതുന്നു. സെഞ്ചുറി അടിക്കാതെ കൂടുതൽ റണ്ണടിച്ച് പുറത്താകാതെ നിന്ന് ടീമിന് വിജയം നേടിക്കൊടുക്കുന്നത് വളരെയധികം സംതൃപ്തി നൽകുന്ന ഒന്നാണ്. അതാണ് പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. കളികൾ ഇനിയും ഉണ്ടല്ലോ IPL. ആ 3 അക്കത്തിലേക്ക് എത്താൻ എനിക്ക് ഇനിയും അവസരങ്ങളുണ്ട്, അത് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് സഞ്ജു പറഞ്ഞത്. സഞ്ജുവിൻ്റെ ഈ വാക്കുകളെ മുൻ ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ വാനോളം പുകഴ്ത്തി. സഞ്ജുവിന് വേണമെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം ടീമിന് വേണ്ടിയാണ് കളിച്ചതെന്ന് ഗവാസ്കർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ക്ഷമ വലിയ ഗുണം ചെയ്യും. അതാണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇന്നലെ കണ്ടത്. അദ്ദേഹം നിലയുറപ്പിച്ചതിന് ശേഷം അടിച്ചു തകർക്കുകയായിരുന്നു. ആ ക്ഷമയാണ് അദ്ദേഹത്തിന് മികച്ച ഇന്നിങ്സ് കളിക്കാൻ അവസരം നൽകിയത് എന്ന് സുനിൽ ഗവാസ്കർ കൃത്യമായിട്ട് പറഞ്ഞു. സുനിൽ ഗവാസ്കറിന് പുറമെ നമ്മുടെ മുൻ അടിവീരൻ, ക്രിക്കറ്റിലെ അടിവീരൻ വീരേന്ദർ സെവാഗും സഞ്ജുവിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം പേഴ്സൻറ്റേജ് ക്രിക്കറ്റാണ് കളിച്ചത്. തന്നിലേക്ക് വന്ന പന്തുകൾ അതിൻ്റെ മെറിറ്റ് നോക്കിയാണ് അദ്ദേഹം കളിച്ചത്. അത് മാത്രമാണ്, തൻ്റെ റഡാറിനുള്ളിൽ വരുന്ന അടിക്കാൻ പാകത്തുള്ള പന്തുകൾ മാത്രമാണ് അദ്ദേഹം അടിച്ചു പറത്തിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സഞ്ജുവിൻ്റെ ക്രിക്കറ്റിംഗ് സെൻസിബിലിറ്റി കാര്യമായി കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ധാരണ വളരെ അധികം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് സെവാഗ് പറയുന്നു. അങ്ങനെ എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന നിലയിലുള്ള ഒരു ഇന്നിങ്സ് അദ്ദേഹം ഇതിനു മുമ്പ് ഈ IPL തന്നെ 2 സെഞ്ചുറി ഇന്നിങ്സുകൾ കളിച്ചിരുന്നു. ആ 2 മാച്ച് വിന്നിങ് ഇന്നിങ്സുകളായിരുന്നു. CSKയെ വലിയ വിജയങ്ങൾ നേടിക്കൊടുത്ത ഇന്നിങ്സുകളായിരുന്നു. അതിലെല്ലാം ഈ സെൻസിബിലിറ്റി, വളരെ പാകതയോടെയുള്ള ഇന്നിങ്സ് കളിക്കാനുള്ള സെൻസിബിലിറ്റി സഞ്ജു കാണിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. എന്തായാലും അദ്ദേഹം ഇനിയും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്താൽ മാത്രമേ ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അതിന് അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.